മാനുഷിക തലവും സാമൂഹികമായ ഉള്ളടക്കവും വിദ്യാഭ്യാസത്തിൽ ഉണ്ടാവണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ദിശ എന്ന പേരിൽ സംഘടിപ്പിച്ച ഹയർ സ്റ്റഡീസ് എക്സ്പോ ആൻഡ് ജോബ് ഫെസ്റ്റിൽ മീറ്റ് ദ മിനിസ്റ്റർ സംവാദ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസത്തെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാടും ദിശാബോധവും നൽകുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. അത്തരത്തിൽ മാർഗനിർദ്ദേശം നൽകാനാണ് ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോ ഒരുക്കിയത്. മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നാഷണൽ സ്കൂൾ ക്വാളിറ്റി ഇൻഡെക്സിൽ തുടർച്ചയായി 7 വർഷമായി കേരളം ഒന്നാമത് നിൽക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൃത്താല പോലൊരു ഗ്രാമീണമായ പ്രദേശത്തെ കുട്ടികൾക്ക് അവസരങ്ങളുടെ വലിയ ലോകം പരിചയപ്പെടുത്തുക, അതിലേക്ക് ജാലകങ്ങൾ തുറന്നിട്ട് കൊടുക്കുക എന്നതാണ് ഇങ്ങനൊരു എക്സ്പോ സംഘടിപ്പിക്കുമ്പോഴുള്ള ഉദ്ദേശം. അത് വലിയ വിജയമായി എന്ന് ഒറ്റ മണിക്കൂറിനുള്ളിൽ തന്നെ മനസ്സിലാക്കാനായി. കാരണം വലിയ തോതിലുള്ള പങ്കാളിത്തമാണ് ഉണ്ടായിട്ടുള്ളത്. പുതിയ അറിവുകളും പുതിയ ആശയങ്ങളും ഉണ്ടാവുന്നത് പുതിയ ചോദ്യങ്ങളിൽ നിന്നാണ്. മീറ്റ് ദ മിനിസ്റ്റർ സംവാദത്തിൽ ആത്മവിശ്വാസത്തോടെയാണ് കുട്ടികൾ ചോദ്യങ്ങൾ ചോദിച്ചതെന്നും അതേറെ സന്തോഷം നൽകുന്നതാണെന്നും കുട്ടികൾക്ക് അവസരങ്ങളുടെ വലിയ ലോകം പരിചയപ്പെടുത്തുകയാണ് എക്സ്പോയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇത് തൃത്താലയിലെ പുതിയ തലമുറയ്ക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും. അവർക്ക് മുമ്പിൽ ഈ ലോകത്തെ ഏറ്റവും മികച്ച അവസരങ്ങളിലേക്കുള്ള വഴി തുറക്കുന്ന ഒരു ചുവടുവെപ്പാണ് ഈ എക്സ്പോ. വരും വർഷങ്ങളിൽ കൂടുതൽ വിപുലമായിട്ട് നടത്തും. ഞങ്ങൾ ഉദ്ദേശിച്ച 50 സ്റ്റോള് 50 എണ്ണവും വന്നു. പാലക്കാട് IIT ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സ്റ്റോളുകൾ ഇവിടുണ്ട് എന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഹയർ സ്റ്റഡീസ് എക്സ്പോ ഏറെ പ്രയോജനപ്രദമായെന്ന് വിദ്യാർത്ഥികളും പ്രതികരിച്ചു. ഒരുപാട് യൂസ്ഫുൾ ആയി. കാരണം എന്താ വെച്ചാൽ +2 കഴിഞ്ഞിട്ട് എങ്ങനത്തെ കോഴ്സസ് ഉണ്ട്, അതുപോലെ എങ്ങനത്തെ ഡിഗ്രി കോഴ്സസ് എടുക്കാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, ചാൻസസ് എന്താണെന്നൊക്കെ പറയുന്ന ഒരുപാട് സ്റ്റോൾസ് ഉണ്ടായിരുന്നു. എല്ലാം കാണാനും അതിനെക്കുറിച്ച് അറിയാനും കഴിഞ്ഞു. ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി ഈ ഒരു എക്സ്പോ. ഇവിടെ എക്സ്പോ നല്ല യൂസ്ഫുൾ ആയിരുന്നു എല്ലാവർക്കും. +2 കഴിഞ്ഞിട്ടും 10th കഴിഞ്ഞിട്ടും എന്ത് ചെയ്യണമെന്ന് അറിയാത്തവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. കുറേ സ്റ്റാളുകളുണ്ട്. എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. ടോട്ടലി യൂസ്ഫുൾ ആയിരുന്നു. ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ് സംരംഭകത്വം വിഷയാവതരണം നടത്തി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിലെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൌൺസിലിംഗ് സെല്ലിന്റെ സഹകരണത്തോടെയാണ് ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോ സംഘടിപ്പിച്ചത്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കുടുംബശ്രീ മിഷൻ എന്നിവയുടെ പങ്കാളിത്തത്തോടെയാണ് പ്രദർശനം ഒരുക്കിയത്. പരിപാടിയുടെ ഭാഗമായി ഭരണഘടനയുടെ വർത്തമാനം, ഇന്ത്യയുടെ ഭാവി എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകൾ ഉൾപ്പെടെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പരിപാടിയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റെജിന അധ്യക്ഷയായി. കില അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ അമൃത, ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുൻ ചെയർമാൻ TK നാരായണദാസ്, ജനപ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. NCV ന്യൂസ് തൃത്താല. Calicut Notebook, Fusion Experience with a slice of Malabar. Forum Center Mall, Edappal, Malappuram. We are also at Abu Dhabi, Dubai, Sharjah, Ajman, Qatar and Kochi.